യേശുവിൻ്റെ അമൂല്യ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, വലിയ നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് നാം ചിന്തിക്കുക വലിയ നോമ്പിൽ നന്മ ചെയ്യുക എന്നതാണ്. നോമ്പ് എന്ന് പറയുന്നത് നൊമ്പരമാണ്. നോമ്പ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് നൊമ്പരമാകുന്നില്ല എങ്കിൽ നോമ്പിൻ്റെ ഫലം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നോമ്പ് വെട്ടി ഒരുക്കലിൻ്റെ കാലഘട്ടമാണ്. ദൈവം ആഗ്രഹിക്കാത്തത്, മനുഷ്യൻ ആഗ്രഹിക്കാത്തത്, സൃഷ്ടപ്രപഞ്ചം ആഗ്രഹിക്കാത്തത്, എൻ്റെ മനസ്സാക്ഷി ആഗ്രഹിക്കാത്തതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റണം. ദൈവം ആഗ്രഹിക്കുന്നത് നട്ടു വളർത്തുമ്പോഴാണ് നന്മയുണ്ടാകുന്നത്. ആ നന്മയാണ് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ഫലദായകമായി മാറേണ്ടത്. നന്മ ചെയ്ത് കടന്നുപോയ യേശുവിൻ്റെ ജീവിതം സ്വന്തമാക്കിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയൊക്കെ നന്മ ചെയ്യുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയത്തിലെ ഒരു പരിവർത്തനമാണ് നമുക്ക് ആവശ്യം. തീർച്ചയായും ഈ നോമ്പിൻ്റെ ഈ ചിന്തകളെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജീവിതത്തെ നവീകരിക്കുവാൻ, കഴുകനെപ്പോലെ ചിറകടിച്ചുയരുവാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കട്ടെ. നന്മ ചെയ്ത് കടന്നുപോയ യേശുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി.